റിവിഷൻ എന്ന് പറയുന്നത് എന്താ ഒരു ടോപ്പ് ഗിയറിലൊക്കെ പോകാനുള്ള സമയമായി. ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കണം, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അത് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. വളരെ ഈസി ആയിട്ട് ഈ എക്സാം പാസ്സാകാനായിട്ട് കഴിയും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് കഴിയും, ജോലി ലഭിക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഹായ് ഓൾ, വെൽക്കം ടു എജൂസ് അക്കാഡമി. അപ്പൊ നമ്മുടെ DME സ്റ്റാഫ് നഴ്സിന്റെ എക്സാം ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ് അല്ലേ. ഇനി എത്ര ദിവസം ഉണ്ടാവും? അപ്പൊ എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആക്ച്വലി ഇനിയിപ്പോ നമ്മുടെ പ്രിപ്പറേഷനൊക്കെ ഒരു സൂപ്പർസോണിക് മോഡിലേക്ക് ആകാനുള്ള സമയമായില്ലേ. കാരണം നമുക്ക് ഏകദേശം 14-15ഓളം സബ്ജക്ട്സ് ഉണ്ട്. അറിയാലേ, ഇത്രത്തോളം സബ്ജക്ട്സ് ഉണ്ട്, ഇത്രത്തോളം വലിയ സിലബസ് ആണ്. എവിടെ നിന്ന് വേണമെങ്കിലും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ. അപ്പൊ നമ്മുടെ പഠനം എന്ന് പറയുക അതൊരു സൂപ്പർസോണിക് മോഡിലും, റിവിഷൻ എന്ന് പറയുന്നത് ഒരു ടോപ്പ് ഗിയറിലൊക്കെ പോകാനുള്ള സമയമായി. അതായത് നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെങ്കിലും ആക്ച്വലി റിവിഷൻ കൂടെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൂടാതെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കണം, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അത് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ എക്സാം പാസ്സാകാനായിട്ട് കഴിയും. ഞാൻ ആക്ച്വലി ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലേ, ഏകദേശം 30,000-ന് ഉള്ളിൽ ഉള്ള ആൾക്കാരാണ് ഇതിന്റെ കൺഫർമേഷൻ കൊടുത്തിരിക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 20,000 ആൾക്കാരായിരിക്കും എക്സാം എഴുതുക കേട്ടോ. ആ 20,000 പേര് എക്സാം എഴുതുന്നതിൽ ഒരു 4,000 പേരൊക്കെ ആയിരിക്കും നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതുക. ഇതിന്റെ വേക്കൻസീസ് എന്ന് പറയുക ഏകദേശം 1,000-1,500 പോസ്റ്റിംഗ് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നടക്കും. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 4,000 പേര് പഠിക്കുന്ന, അതായത് എക്സാം ഒരുപാട് പേര് എഴുതും, അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് എത്ര പേര് എഴുതും അല്ലെ. സോ അങ്ങനെ എഴുതുന്നതിൽ നിന്ന് ഏകദേശം ഒരു 1,000-1,500 പേർക്ക് സെലക്ഷൻ കിട്ടും. നല്ല രീതിയിൽ സീരിയസ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് എങ്കിൽ, അതല്ല റിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് കഴിയും, ജോലി ലഭിക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇൻ കേസ് നിങ്ങൾ ഇതുവരെയും സീരിയസ് ആയിട്ട് പഠനം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ തന്നെ കേട്ടോ, ഇന്ന് മുതൽ തന്നെ പഠിക്കുക. ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ പഠിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല, ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ പാട്ട് താൻ പാതി ദൈവം പാതി എന്നൊക്കെയാണല്ലോ അല്ലെ ചൊല്ലേ. അപ്പം നിങ്ങളുടെ പാട്ട് നന്നായിട്ട് ചെയ്യുക, ബാക്കി ദൈവത്തിന് ഏൽപ്പിക്കുക കേട്ടോ, ദൈവം തന്നെ ചെയ്തോളും. അപ്പം നന്നായിട്ട് പഠിക്കുക. ഇനി ഞാൻ വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ആക്ച്വലി നമ്മുടെ എജൂസ് അക്കാഡമിയിൽ റെഗുലർ ബാച്ച് ക്ലാസ്സുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി. വളരെ കുറച്ചിരിക്കുന്ന 1% അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ക്ലാസ്സുകളായിരിക്കും ഇനി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. അതൊരു കാര്യം. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു റിവിഷൻ ബാച്ച് നടക്കുന്നുണ്ട് അല്ലെ. റിവിഷൻ ഡെയിലി നമുക്ക് ഇപ്പോൾ ഒരു 3 hours എങ്കിലും ഡെയിലി 3 to 4 hours ഡെയിലി ക്ലാസ്സുകൾ വരുന്നുണ്ട്. റിവിഷൻ പ്ലസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ. അത് ഏകദേശം ഈ മന്ത് എൻഡോടുകൂടി, അതായത് ജൂൺ 30 ആ ഒരു റിവിഷൻ പ്ലസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ആക്ച്വലി നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, സാർ JPHN മോഡല് മാരത്തൺ റിവിഷൻ എപ്പോഴാണെന്ന്. എന്താണ് JPHN മോഡൽ മാരത്തൺ റിവിഷൻ? അതിന് കാരണം എല്ലാവർക്കും അറിയാല്ലേ. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് തന്നെയാണ്, അതായത് മാരത്തൺ റിവിഷനിൽ നമ്മൾ പല പ്രാവശ്യം ഫോക്കസ് ചെയ്ത് പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മുടെ ഫൈനൽ എക്സാമിന് ചോദിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ ആക്ച്വലി നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസിന്റെ അഭ്യർത്ഥന മാനിച്ച് തന്നെ നമ്മൾ പുതിയൊരു മാരത്തൺ റിവിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ മാസം 1-ാം തീയതിയാണ്. JPHN പോലെയല്ല, അതിനേക്കാൾ ഒരു 4-5 ഇരട്ടിയോളം സിലബസ് ഉണ്ടല്ലേ നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ തീരത്തില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജൂലൈ 1 മുതൽ 14 വരെ 2 weeks കംപ്ലീറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആയിട്ടാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡെയിലി ഒരു 6 to 8 hours കേട്ടോ. അതായത് ഇപ്പൊ നമുക്കൊരു 3 to 4 hours കിട്ടുന്നുണ്ട്, അതിന്റെ ഇരട്ടി ചിലപ്പോൾ അതിലും കൂടുതൽ അല്ലെ. JPHNൊക്കെ അറിയാം, നമ്മൾ ക്ലാസ് ഒക്കെ 6 hours 8 hours എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും ആ സമയത്തിലൊന്നും തീർന്നിട്ടില്ല അല്ലെ. 10 മണിക്കൂറൊക്കെ കംപ്ലീറ്റ് 10 മണിക്കൂർ വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. സോ അറിയില്ല നമുക്ക് ഈ പ്രാവശ്യവും അതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് അറിയില്ല. എങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഡെയിലി 6 to 8 hours മാരത്തൺ റിവിഷൻ ആണ്. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഡിസ്കസ് ചെയ്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞിട്ടാണ് നമ്മൾ പോവുക. അപ്പം ഞാൻ പറയുകയാണ്, ഇതുവരെ നിങ്ങൾ സീരിയസ് ആയിട്ട് പഠനം തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അവസരം കൂടെ ഞങ്ങൾ നൽകുകയാണ്. ഈ മാരത്തൺ റിവിഷനിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരൂ, ഞങ്ങളോടൊപ്പം തന്നെ ആ മാരത്തൺ ഓടൂ കേട്ടോ. ഞങ്ങളോടൊപ്പം മാരത്തൺ ഓടൂ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ഒരു വിജയം ലഭിക്കുന്നതായിരിക്കും. ഇപ്പോഴും നമുക്ക് JPHന്റെ സ്റ്റുഡൻസ് ഒക്കെ വിളിച്ച് പറയാറുണ്ട്, ഞങ്ങൾക്ക് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്ന് സാറിന്റെ ക്ലാസ്സുകളൊക്കെ ഒരുപാട് പ്രയോജനപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പം ആക്ച്വലി അത് തന്നെയാണ് നമ്മുടെ ഒരു എൻകറേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമ്മുടെ എൻകറേജ്മെന്റ് എന്ന് പറയുന്നത്. അതിന് ആക്ച്വലി എപ്പോഴും ഞാൻ എല്ലാവരോടും നന്ദിയുള്ളവനാണ്. അപ്പോൾ ഈ മാരത്തൺ റിവിഷൻ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ സീറ്റ് ഉറപ്പിക്കുക. അതോടൊപ്പം ആക്ച്വലി ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ആക്ച്വലി
പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും എന്താണ് അതിൽ ആക്ച്വലി സിൻഡ്രോംസ് റിലേറ്റ് ചെയ്തിട്ട് വളരെയധികം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതായത് സിൻഡ്രോംസ് നമുക്ക് പല ഇടത്തുണ്ട്. അതായത് സൈക്കാട്രിയിൽ സിൻഡ്രോംസ് ഉണ്ട്, പിന്നെ പീഡിയാട്രിക്സിൽ പ്രത്യേകിച്ച് ജനറ്റിക്സ് ക്രോമസോമൽ സിൻഡ്രോംസ് ഉണ്ട്, പിന്നെ നമ്മുടെ മെഡ്സർജിലൊക്കെ ഒരുപാട് സിൻഡ്രോംസ് ഉണ്ട് അല്ലേ. സോ ആക്ച്വലി ഒരു പുതിയ ഒരു രീതിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിന്റെ പുതിയൊരു രീതിയാണ് ആക്ച്വലി സിൻഡ്രോംസ് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിന് കൺഫ്യൂസിംഗ് ആണ്. ചിലപ്പോഴൊന്നും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത സിൻഡ്രോംസ് ഒക്കെ ചോദിക്കാറുണ്ടല്ലേ. സോ നമുക്ക് ഇപ്രാവശ്യം അങ്ങനെ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ തളയ്ക്കണം കേട്ടോ. അതായത് എങ്ങനെ നമ്മൾ തളയ്ക്കുക, നമ്മൾ ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എഴുതി അല്ലെ OMR നമ്മൾ ബബിൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ക്വസ്റ്റ്യനെ തളയ്ക്കുക. സോ വളരെ കീൻ ആയിട്ട് പഠിച്ചോണം കേട്ടോ. ആക്ച്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സിൻഡ്രോംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കിക്കേ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡെലീരിയം ട്രെമൻസ് അല്ലെ. എന്താണ് ഈ ഡെലീരിയം ട്രെമൻസ് എന്ന് പറയുക? സാധാരണ നമ്മൾ ആൽക്കഹോളിസം അല്ലെങ്കിൽ ആൽക്കഹോൾ വിഡ്രോവലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന സിൻഡ്രോം ആണ് ഈ ഡെലീരിയം ട്രെമൻസ് എന്ന് പറയുക. എന്താണത്? ഒരു സിവിയർ ആയിട്ടുള്ള life-threatening form of alcohol withdrawal that typically occurs in chronic alcohol users 2 to 5 days after cessation or reduction of heavy drinking അല്ലെ. അതായത് വളരെ നല്ല രീതിയിൽ ആൽക്കഹോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നവര് കുറച്ച് നാൾ ഒരു 2 to 5 days അവർക്ക് ആൽക്കഹോൾ കിട്ടാതെ വരുമ്പോഴത്തേക്ക് എന്തുണ്ടാവും? ഒരു വിഡ്രോവൽ സിൻഡ്രോം ഉണ്ടാവും അല്ലെ. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡെലീരിയം ട്രെമൻസ് എന്ന് പറയുക. സോ അതിന്റെ കോസ് എന്താണ്? ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. കോസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്രോണിക് ആൽക്കഹോൾ യൂസ്, അതായത് വളരെ സിവിയർ ആയിട്ട് മദ്യപിച്ച് നടക്കുന്ന ആൾക്കാർക്ക് എന്താ സംഭവിക്കുക? അവർക്ക് ആക്ച്വലി ഗാബ ആക്ടിവിറ്റി കൂടുതലാണ് കേട്ടോ. ക്രോണിക് ആൽക്കഹോൾ യൂസ് കോസ് ഇൻക്രീസ് ഇൻ ഗാബ ആക്ടിവിറ്റി. അപ്പൊ ഗാബ അറിയാം അല്ലെ, ഗാമ അമൈനോ ബ്യൂട്ടറിക് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഈ ഗാബ എന്ന് പറയുന്നത്. അപ്പോ ഒരുപാട് മദ്യപിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ഗാബയുടെ ആക്ടിവിറ്റി കൂടും. എന്ന് വെച്ചാൽ എന്താണ്? ഇൻഹിബിറ്ററി ആക്ടിവിറ്റി കൂടും. അപ്പോഴെന്താണ്? ചുരുണ്ട് കിടന്ന് ഉറങ്ങുമല്ലേ. അതുകൊണ്ടാണ് ഈ മദ്യപിക്കുന്നവര് റോഡിലൊക്കെ ഇങ്ങനെ കിടക്കുക. അവർക്ക് എഴുന്നേറ്റ് നടക്കാനും കഴിയില്ല. കാരണം എന്താണ്? അവർക്ക് ഗാബ ആക്ടിവിറ്റി കൂടുതലാണ്. ഗാബ ഒരു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അതുകൂടാതെ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഗ്ലൂട്ടാമേറ്റ് കേട്ടോ. ഗ്ലൂട്ടാമേറ്റ് റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ഇൻഹിബിറ്റ് ചെയ്യപ്പെടുന്നു കേട്ടോ. അപ്പൊ ഗ്ലൂട്ടാമേറ്റ് എന്താണ്? ഒരു എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അതിന്റെ റിസപ്റ്റേഴ്സ് ഇൻഹിബിറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് സാധാരണ നമ്മുടെ ക്രോണിക് ആൽക്കഹോൾ കേസിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ചുരുണ്ട് കിടന്ന് ഉറങ്ങുന്നത്. സോ ഇൻ കേസ് ഓഫ് ദിസ് ആൽക്കഹോൾ വിഡ്രോവൽ അല്ലെ, അതായത് ആൽക്കഹോൾ വിഡ്രോവൽ സംഭവിക്കുമ്പോൾ അവിടെ എന്താ നടക്കുക? കോസസ് റീബൗണ്ട് ഹൈപ്പർ എക്സൈറ്റബിലിറ്റി. അവിടെ റീബൗണ്ട് ആയിട്ടുള്ള ഹൈപ്പർ എക്സൈറ്റബിലിറ്റി, അതായത് ഈ ക്രോണിക് ആൽക്കഹോൾ യൂസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് അവിടെ നടക്കുക. എന്താണ്? ഡിക്രീസ് ഇൻ ഗാബ, ഗാമ അമൈനോ ബ്യൂട്ടറിക് ആസിഡ് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഗാബയുടെ അളവ് കുറയുന്നു. കൂടാതെ ഗ്ലൂട്ടാമേറ്റിന്റെ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അളവ് കൂടുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? CNS ഓവർ ആക്ടിവേഷൻ കേട്ടോ. CNS ഓവർ ആക്ടിവേഷൻ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പേഷ്യൻസിന് ഡെലീരിയം ട്രെമൻസ് വരുമ്പോഴത്തേക്ക് എന്താ? സിവിയർ ആയിട്ടുള്ള പാൽപിറ്റേഷൻ ഉണ്ടാവും അല്ലെ, ഇൻക്രീസ് ലെവൽ ഓഫ് സ്വെറ്റിംഗ് ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള ഈ സിമ്പത്തറ്റിക് ആക്ടിവിറ്റി കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ മാനേജ്മെന്റ് എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. നമുക്ക് കൊടുക്കാം ബെൻസോഡൈസിപ്പിൻ കൊടുക്കാം കേട്ടോ. ബെൻസോഡൈസിപ്പിൻ കാരണം എന്താണ്? ഇവർക്ക് എക്സൈറ്റേഷൻ വന്നിരിക്കുകയാണ് അല്ലെ. സോ എന്ത് കൊടുക്കാം? ഇവർക്ക് ബെൻസോഡൈസിപ്പിൻ കൊടുക്കാം. അതായത് ഡൈസിപ്പാം, ലൊറാസിപ്പാം ഒക്കെ കൊടുക്കാം. എന്തിനാണ്? അജിറ്റേഷനും സീഷേഴ്സും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ബെൻസോഡൈസിപ്പിൻ കൊടുക്കാം. കൂടാതെ IV ഫ്ലൂയിഡ് കൊടുക്കാം, ഇലക്ട്രോലൈസ് കൊടുക്കാം. എന്തിനാണ്? ടു കറക്റ്റ് ഡീഹൈഡ്രേഷൻ, ഹൈപ്പോകലീമിയ ആൻഡ് ഹൈപ്പോമെഗ്നീഷ്യമia കേട്ടോ. ഡീഹൈഡ്രേഷൻ കുറയ്ക്കാനും ഹൈപ്പോകലീമിയ ഹൈപ്പോമെഗ്നീഷ്യമia ഒക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് IV ഫ്ലൂയിഡ്സ്, ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ കൊടുക്കാം. അത് കൂടാതെ തൈമിൻ, അതായത് വൈറ്റമിൻ B1 കൊടുക്കാം. എന്തിനാണ്? ടു പ്രിവെന്റ് വേർണിക്സ് എൻകെഫലോപ്പതി. നെക്സ്റ്റ് സിവിയർ കോംപ്ലിക്കേഷൻ ആണ് വേർണിക്സ് എൻകെഫലോപ്പതി. കൂടാതെ കൊർസാക്കോസൈക്കോസിസ് അല്ലെ, അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പൊ തൈമിൻ നമുക്ക് കൊടുക്കാം, വൈറ്റമിൻ B1 കൊടുക്കാം. എന്തിനാണ്? വേർണിക്സ് എൻകെഫലോപ്പതി പ്രിവെന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഡെലീരിയം ട്രെമൻസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കിയേ, ക്യാപ്ഗ്രാസ് സിൻഡ്രോം. എന്താണ് ക്യാപ്ഗ്രാസ് സിൻഡ്രോം? ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് ഡെലൂഷൻ ഓഫ് ഡബിൾസ് അല്ലെ. ക്യാപ്ഗ്രാസ് സിൻഡ്രോമിനെ നമ്മൾ ഡെലൂഷൻ ഓഫ് ഡബിൾസ് എന്ന് പറയും. എന്താണത്? എ സൈക്കാട്രിക് ഡിസോർഡർ ഇൻ വിച്ച് എ പേഴ്സൺ ബിലീവ്സ് ദാറ്റ് someone they know, usually a close family member or friend, has been replaced by an identical imposter. അതായത് അവിടെ ആക്ച്വലി അവർക്ക് ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലി മെമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഉണ്ടാവും. പുള്ളി എന്ത് ചെയ്തു? പുള്ളി റീപ്ലേസ് ചെയ്തിട്ട് വേറൊരാൾ അവിടെ വന്നു. അതായത് ഒരാളിന് പകരം 2 പേര് വന്നു. അതാണ് ഡെലൂഷൻ ഓഫ് ഡബിൾസ് അല്ലെങ്കിൽ ക്യാപ്ഗ്രാസ് സിൻഡ്രോം എന്ന് പറയുക. ഏത് കേസിലാണ് ഇത് കാണുക? സ്കിസോഫ്രീനിയ, ഡിമെൻഷ്യ, എപ്പിലെപ്സി കൂടാതെ പാർക്കിൻസൺ സിൻഡ്രോമിലൊക്കെ ഈ ക്യാപ്ഗ്രാസ് സിൻഡ്രോം കോമൺ ആയിട്ട് കാണുന്നതാണ്. നെക്സ്റ്റ് മൂന്നാമത്തെ നോക്കിയ കൊട്ടാർഡ് സിൻഡ്രോം അല്ലെങ്കിൽ കൊട്ടാർഡ് ഡെലൂഷൻ കേട്ടോ. കൊട്ടാർഡ് സിൻഡ്രോം അല്ലെങ്കിൽ കൊട്ടാർഡ് ഡെലൂഷൻ എന്താണ്? A type of a nihilistic delusion in which a person holds the delusional belief that they are dead.
ഡു നോട്ട് എക്സിസ്റ്റ് ഓർ ഹാവ് ലോസ്റ്റ് ദെയർ ഓർഗൻസ് ഓർ ബ്ലഡ്. അതായത് ഇതൊരു ടൈപ്പ് ഓഫ് നിഹിലിസ്റ്റിക് ഡെലൂഷൻ ആണ്. എന്താണ് നിഹിലിസ്റ്റിക് ഡെലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിഹിലിസ്റ്റിക് ഡെലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ വിചാരിക്കുക, ഈ ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഫോൾസ് അൺഷെയ്ക്കബിൾ ആയിട്ടുള്ള ഫിക്സഡ് ബിലീഫാണ്. ആരൊക്കെ പറഞ്ഞാലും അവർ ആ ബിലീഫ് മാറ്റാനായിട്ട് ഒരുക്കമല്ല. സോ ഇതിനാണ് നമ്മൾ ഡെലൂഷൻ എന്ന് പറയുക. നിഹിലിസ്റ്റിക് ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ വിചാരിക്കും ഞാനില്ല, പ്രപഞ്ചമില്ല, അല്ലെ, എൻ്റെ ബോഡി പാർട്സ് ഒക്കെ റോട്ടൺ ആയി പോയി, അങ്ങനെയുള്ള ഒരു ചിന്തയാണ് നിഹിലിസ്റ്റിക് ഡെലൂഷൻ എന്ന് പറയുക. സോ ഈ കൊട്ടാർഡ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് നിഹിലിസ്റ്റിക് ഡെലൂഷൻ ആണ്. അവരെന്താ വിചാരിക്കുക, ദേ ആർ ഡെഡ്, അവർ മരിച്ചുപോയി, അവർ ഇങ്ങനെ ഒരാൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നേ ഇല്ല, ഹാവ് ലോസ്റ്റ് ദെയർ ഓർഗൻസ് ഓർ ബ്ലഡ്, അവരുടെ ഓർഗൻസോ ബ്ലഡും ഒക്കെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഈ കൊട്ടാർഡ് സിൻഡ്രോം ഉള്ള ആൾക്കാർ വിശ്വസിക്കുക. ഇത് ഏത് കണ്ടീഷനിലാണ് കാണുക, അസോസിയേറ്റഡ് വിത്ത് സിവിയർ ഡിപ്രഷനിലെ, ഡിപ്രഷൻ ഉള്ളവർക്കാണ് തോന്നുക ഈ ലോകമേ ഇല്ല, ഞാനേ ഇല്ല, എൻ്റെ ഓർഗൻസേ ഇല്ല എന്നുള്ളത്, അല്ലെ. സൈക്കോസിസ് ഉള്ളവർക്ക് കാണുന്നുണ്ട്, കൂടാതെ സ്കിസോഫ്രീനിയ ഉള്ളവർക്കും ഇത് കാണുന്നുണ്ട്. ഇതാണ് കൊട്ടാർഡ് സിൻഡ്രോം അല്ലെങ്കിൽ കൊട്ടാർഡ് ഡെലൂഷൻ എന്ന് പറയുക. നാലാമത്തെ നോക്കിക്കേ, ഫ്രിഗോളി സിൻഡ്രോം. എന്താണ് ഫ്രിഗോളി സിൻഡ്രോം? ഇതൊരു delusional misidentification syndrome in which person believe that different people are actually a single person in disguise who is changing appearance or identity to persecute or harm them. അതായത് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു ഡെലൂഷൻ ഓഫ് ഡബിൾസ് പറഞ്ഞു. ഇവിടെ എന്താണ്, ഇവിടെ അല്ല, രണ്ടാൾക്കാർ എന്താണ് ഒന്നായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഡെലൂഷണൽ മിസ് ഐഡന്റിഫിക്കേഷൻ സിൻഡ്രോം ഇൻ വിച്ച് പേഴ്സൺ ബിലീവ് ദാറ്റ് ഡിഫറെന്റ് പീപ്പിൾ ആർ ആക്ച്വലി എ സിംഗിൾ പേഴ്സൺ. അതായത് പല ആൾക്കാരില്ല, പകരം എന്താണ്, പല ആൾക്കാർക്ക് പകരം ഒരാളാണ്. അവരെന്തിനാ വന്നത്, അവരെന്നെ പെർസിക്യൂട്ട് ചെയ്യാനാണ്, എന്നെ ഹാം ചെയ്യാനാണ് വന്നിരിക്കുന്നത് എന്നാണ് ഈ പേഷ്യന്റ് വിശ്വസിക്കുക. അതിനാണ് നമ്മൾ ഫ്രിഗോളി സിൻഡ്രോം എന്ന് പറയുക. അസോസിയേറ്റ് വിത്ത് പാരനോയിയ, സസ്പീഷൻ ആൻഡ് ഫിയർ. കേട്ടോ, ഫിയറിൽ, സസ്പീഷനിൽ, പാരനോയിലേക്കാണ് സാധാരണ ഈ ഫ്രിഗോളി സിൻഡ്രോം കാണുക. നെക്സ്റ്റ് നോക്കിക്കേ, ഗാൻസർ സിൻഡ്രോം. എന്താണ് ഗാൻസർ സിൻഡ്രോം എന്ന് പറയുക? ആക്ച്വലി ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരേണ്ട ഒരു വാക്കാണ് ഗ്യാൻസർ എന്ന് വെച്ചാൽ ഗ്യാസ്. കേട്ടോ, ഗ്യാസ് എന്ന്. കാരണം നമ്മൾ എക്സാമിനൊക്കെ ഇങ്ങനെ ഗ്യാസ് എഴുതുക എന്നൊക്കെ പറയാറുണ്ട്, അല്ലേ. എന്താണ്, നമ്മളൊന്നും പഠിച്ചില്ല, വെറുതെ പോയപ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, എന്നാൽ എന്തെങ്കിലും എഴുതിയേക്കാം എന്നോർത്ത് നമ്മൾ എഴുതും, അല്ലെ. അതിനാണ് നമ്മൾ ഗ്യാസ് അടിക്കുക എന്ന് പറയുക. സോ അതുപോലെ തന്നെയാണ് റെയർ ഡിസോസിയേറ്റീവ് ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ ഡെലിബറേറ്റ്ലി ഗിവിംഗ് wrong or nonsensical answers to simple questions. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക, പക്ഷെ നമ്മൾ എന്താണ് തെറ്റായിട്ടുള്ള ഒരു സെൻസ്ലെസ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും അവിടെ കൊടുക്കുക. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് സിൻഡ്രോം ഓഫ് അപ്രോക്സിമേറ്റ് ആൻസേഴ്സ്. എന്ന് വെച്ചാൽ എന്താണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അവർ പറയില്ല, പക്ഷെ അതിനോട് അടുത്ത ആൻസേഴ്സ് അവർ പറയും. അതിനെയാണ് നമ്മൾ ഗാൻസർ സിൻഡ്രോം എന്ന് പറയുക. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പേഷ്യനോട് ചോദിക്കുകയാണ് 2+2 എത്രയാണ്, അവർ പറയും 5 ആണ്. ചില അവർക്ക് യാതൊരു ഡൗട്ടും ഇല്ല, അവർ പറയും 5 ആണ്, 4 പറയില്ല. അതാണ് സിൻഡ്രോം ഓഫ് അപ്രോക്സിമേറ്റ് ആൻസേഴ്സ്. കറക്റ്റ് ആൻസർ പറയില്ല, എന്നാൽ കറക്റ്റ് ആൻസറിനോട് അടുത്ത കാര്യങ്ങൾ അവർ പറയും. അതിനാണ് ഗാൻസർ സിൻഡ്രോം എന്ന് പറയുക. ഇത് ആരിലാണ് കാണുക? ഒക്കേഴ്സ് ഇൻ പ്രിസണേഴ്സിൽ കാണും, മിലിറ്ററി പേഴ്സണിൽ കാണും, ഓർ അണ്ടർ ലീഗൽ സ്ട്രെസ്. കേട്ടോ, ലീഗൽ സ്ട്രെസ് ഉള്ള ആൾക്കാരിൽ കാണും. അതുകൊണ്ട് ഇതിന് വേറൊരു പേരുണ്ട്, ഹെൻസ് കോൾഡ് ആസ് പ്രിസൺ സൈക്കോസിസ്. കേട്ടോ, ഇതിന് പ്രിസൺ സൈക്കോസിസ് എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ഇതാണ് നമ്മൾ ആക്ച്വലി ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 സൈക്യാട്രിക് സിൻഡ്രോംസ് എന്ന് പറയുക. സോ ആക്ച്വലി ഇതുപോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇനി നമുക്ക് എക്സാമിന് അധികം ദിവസമൊന്നുമില്ല, ഏകദേശം 24 ദിവസമാണ് വരിക, അല്ലെ. 24 ദിവസമാണ് വരിക. അപ്പൊ ഈ ഷോർട്ട് പീരീഡിൽ ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ട്, നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ടോപ്പിക്സ് ഉണ്ട് എന്ന് തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ആവശ്യപ്പെടുന്ന ടോപ്പിക് നമ്മൾ ഉറപ്പായിട്ടും ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. എന്തിനു വേണ്ടിയാണ്? നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം നന്നായിട്ട് പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുക. അതായത് നമ്മുടെ മാരത്തൺ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അതിനുവേണ്ടി താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, നമ്മളൊരു PYQ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, അല്ലെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ട് ബാച്ച് റണ്ണിങ് ആണ്. ആക്ച്വലി അതിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്താണ് പോവുക, അല്ലെ. സോ ആക്ച്വലി അതേ സെയിം ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയില്ല എങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അതിന്റെ ഓപ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഏരിയയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. സോ ആ ഒരു അവസരം കൂടെ നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ഇതിനോടൊപ്പം ആ ഒരു പഠനം കൂടെ നിങ്ങൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ റുട്ടീനായിട്ടുള്ള പഠനത്തോടൊപ്പം, റുട്ടീനായിട്ടുള്ള റിവിഷനോടൊപ്പം ഈ PYQ ഡിസ്കഷനും കൂടെ നിങ്ങൾ കണ്ട് പഠിച്ചു തന്നെ പോവുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങളോടൊപ്പം എന്നും എജൂസ് അക്കാഡമി ഉണ്ടായിരിക്കുന്നതാണ്.